ഇപ്പം കുട്ടികളുടെ ഒരു കേസ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ED ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ കാര്യം പറയും, അല്ലെങ്കിൽ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവുമെന്ന് പറയും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രശ്നവും EDയുടെ പ്രശ്നവും സ്റ്റിറോയിഡ് എടുക്കാത്തവർക്ക് ഇപ്പോൾ എന്തായാലും ഒരു 30 വയസ്സ് ഒരുപാട് പേർക്ക് അതുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അതിലും ഓക്കെയാണ് സ്റ്റിറോയിഡ് എടുക്കുന്ന ജിമ്മിൽ പോകുന്നവർക്ക്. അപ്പം എന്താണ് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് ശരിക്കുമുള്ള സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്? അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോച്ച് എന്നോട് ആദ്യമേ ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കുന്നത്, ആർ യു പ്ലാനിങ് ഫോർ എ ബേബി എന്ന്. ഇപ്പം ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ടീം ബോസിൻ്റെ ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിനകത്ത് എത്രത്തോളം ഇൻഡെപ്തായിട്ട് സെമൻ അനാലിസിസ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെന്നുള്ളത്. കോച്ചിൻ്റെ തന്നെ പല ആൾക്കാരുടെയും ബ്ലഡ് റിപ്പോർട്ട് വരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും എടുക്കുമ്പോഴും അല്ലെങ്കിൽ അത് എടുക്കാത്തപ്പോഴും അല്ലെങ്കിൽ PCT കഴിഞ്ഞതിന് ശേഷം ഉള്ളതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. കാര്യം ഇത് മനസ്സിലാക്കാതെ ഇതിലേക്ക് ഇറങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത്. ഇപ്പോൾ സൈഡ് എഫക്ട്സുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറഞ്ഞതുപോലെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെ ബാധിക്കും. കാരണം ബോഡി നോക്കുമ്പം ബ്രെയിൻ ഇപ്പോൾ ഒരു വളരെ സിമ്പിൾ വലിയ ടെക്നിക്കൽ ടേമൊന്നും ഇല്ലാതെ നോക്കാൻ നേരത്ത് ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതലുള്ള ടെസ്റ്റോസ്റ്ററോൺ പുറത്തുനിന്ന് വരുന്നുണ്ട്. സിന്തറ്റിക് ഫോം ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ വരും. ഇതെല്ലാം അകത്ത് നടക്കുന്നതാണ്, ഓരോന്ന് സെൻസ് ചെയ്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഇതൊരു കാരണമാണ്. അത് മൈൽഡ് ഡോസ് എടുക്കുന്ന ഒരാൾക്കാണോ? ഒരിക്കലും ഈ മൈൽഡിൻ്റെയും ഹെവി ഡോസിൻ്റെയും കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതെ, ചിലർ പറയുന്നൊരു സംഭവം അതാണ്, ലൈറ്റ് ഓറഞ്ച് ചെയ്താൽ കുഴപ്പമുണ്ടോ? ചിലർ ചോദിക്കുന്നതാണ്, ഒരു മാസത്തേക്ക് ക്ലെൻബട്രോൾ കഴിച്ചാൽ കുഴപ്പമുണ്ടോ, ഒരു മാസത്തേക്ക് ഡൈനബോൾ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അത് തന്നെ, ടെസ്റ്റ് മാത്രം ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുക. ഇത് ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ്, പേഴ്സൺ ടു പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക, മുളക് പൊടി വാരി തിന്നാലും വയറിന് പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം സമയം തന്നെ ഒരു കറിക്കകത്തുനിന്നൊരു പച്ചമുളക് കടിച്ചാൽ തന്നെ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുണ്ട്. സോ എന്തുകൊണ്ടാണ് അത് ഓരോരുത്തർക്ക് ടോളറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെയാണ് ഓരോ ആൾക്കാരുടെ ശരീരത്തിലും വരുന്ന മാറ്റം. പിന്നെ പല ആൾക്കാരും പറയും, പിന്നെ ഇവൻ വന്നിരുന്ന ആൾക്കാരെ പേടിപ്പിക്കുകയാണ്, റോണി കോൾമാൻ അർണോൾഡൊക്കെ ഇത്രയും കാലം കുത്തിയിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിക്കും. എന്നാൽ അതേ സമയം തന്നെ അതിൻ്റെ പകുതി പോലും കുത്താത്ത എത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളില്ലേ. ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ എടുക്കുന്നതിന് ഓരോ കണക്കുണ്ട്. അവരുടെ ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് നോക്കും. എല്ലാ ആൾക്കാരും എല്ലാ മെഡിസിൻസും എടുക്കില്ല. ചില ആൾക്കാരുടെ ശരീരത്തിൽ ചിലത് സ്യൂട്ടാവില്ല. അത്തരത്തിലും പ്രശ്നം വരും. പെട്ടെന്ന് ചെറിയ മൈൽഡ് ഡോസേജിൽ തന്നെ ഗൈനോ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ അരോമറ്റൈസേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ കൂടുതലാണ്, അവരുടെ കൺവേർഷൻ്റെ സെൻസിറ്റിവിറ്റി കുറേ കൂടെ കൂടുതലാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇതേപോലെ തന്നെയാണ് സ്റ്റിറോയിഡിൻ്റെ കാര്യത്തിലും വരുന്നത്. ഇപ്പം 7.2 ആണ് യൂറിക് ആസിഡിൻ്റെ ബോർഡർ ലൈൻ. ചില ആൾക്കാർക്ക് 9ഉം 10ഉം ആയാൽ പോലും പെയിൻ ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ചില ആൾക്കാർ 5.8 അല്ലെങ്കിൽ 5.7 വരുമ്പോഴത്തേക്കും ബോർഡറിനോട് അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ പെയിൻ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം അവർ അത്രയും സെൻസിറ്റീവാണ്. അതുപോലെ തന്നെയാണ് സ്റ്റിറോയിഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരിക്കലും മൈൽഡ് ഡോസേജ് ആ ഡോസേജ് എന്ന് പറയാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് ബ്ലഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പീക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് എക്സ്റ്റേണൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്തിനാണ് ആവശ്യം? പക്ഷേ കോമ്പറ്റീറ്റീവ് ലെവലിൽ പോകുന്ന ഒരാളാൾക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട്. കാരണം ഞാനിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 1450 അത്രയും വരും. അപ്പം കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതില്ലാതെ പറ്റൂലല്ലോ. പിന്നെ ചില സമയങ്ങളിൽ ഈ പറയുന്നത് പോലെ പിന്നെ ഈ പറയുന്ന കണക്ക് സെമൻ അനാലിസിസിനെ ബാധിക്കും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. ലോങ് ടേം യൂസിലാണ് അതുണ്ടാവുക. ചെറിയ യൂസിലൊന്നും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം യൂസിലൊന്നും വളരെ അപൂർവങ്ങളിലായിട്ട് ഇങ്ങനൊരു കാര്യം ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ചില ആൾക്കാരിൽ ജനറ്റിക്കലി നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അത് എന്ത് പ്രോബ്ലം കൊണ്ടാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എന്ത് പ്രശ്നം കൊണ്ടാണെന്നുള്ളത് പല ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇത് നേരത്തെ അറിയാതെ ഒരാൾ ടെസ്റ്റോസ്റ്ററോൺ എക്സ്റ്റേണൽ ടെസ്റ്റോസ്റ്ററോൺ കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ളതും അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അതേപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു കേസ് അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ തന്നെ ഡോക്ടേഴ്സ് പാനലൊക്കെ ആയിട്ട് സംസാരിച്ച ആ പയ്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെയും പ്രശ്നമുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ആക്നെ ഉള്ള ആൾക്കാരുണ്ട്, മുടി കൊഴിച്ചിലുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ ഞാനിപ്പോൾ പലതവണ ഞാൻ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. എനിക്കിതുവരെ അങ്ങനെ ഒരു ഹെയർ അത്രയും പോകുന്നതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അറ്റ് ദ സെയിം ടൈം തന്നെ ചെറിയ ഡോസ് എടുക്കുമ്പോൾ തന്നെ ഹെയർ ഫോൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ DHT കൺവേർഷൻ റേഷ്യോ കൂടുതലായിരിക്കും നോർമലി ഉള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവരുടെ കൺവേർഷൻ റേഷ്യോ കൂടുതലായിരിക്കും. അപ്പം ഈ പറയുന്നത് പോലെ അവർക്ക് കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലർക്ക് കംപ്ലീറ്റ് ആക്നെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ തന്നെ പല UAE ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്ത് പല ജിമ്മുകളിലും നമ്മൾ പോകാറുള്ളത്. പോകുന്ന സമയത്ത് ചേഞ്ചിങ് റൂമിലൊക്കെ വെച്ച് പല ബോഡി ബിൽഡേഴ്സും ടീഷർട്ടൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പുറമൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട്. അപ്പോൾ എനിക്കും അതെ, എനിക്കും ചില സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരിക്കലും ഈ ബബിള് പോലെ വന്ന് ഇങ്ങനെ പഴുത്ത് പൊട്ടുന്ന രീതിയിലുള്ള ആക്നെ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞു കുരുവര് നമ്മുടെ ഈ ചൂടുകുരു വരുമല്ലോ, അത് തന്നെ ചൂടുകുരു വരുമ്പോൾ ഒരു ചെറിയൊരു രീതിയിൽ എനിക്ക് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളാണ്. ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ പിന്നെ ലിബിഡോ. പക്ഷെ നമ്മുടെ ഇപ്പോൾ ജനറേഷൻ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു 30 years കഴിഞ്ഞിട്ട് അത് കോമൺ ആയിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ് ലെവൽ, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതേപോലെ തന്നെ വർക്കൗട്ട് ഇല്ല, ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. 30-35% ഫാറ്റ് ഒബിയസ് ആയിട്ട് കയറി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കഥയൊന്നുമില്ല, അതുണ്ടാവും. പക്ഷെ മെഡിസിൻ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യം കൊണ്ട് തന്നെയാണ്. സ്ട്രെസ് ലെവലാണ്, ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ വെരി അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഒബിസിറ്റി ലെവൽ ഭയങ്കര കൂടുതൽ, വേസ്റ്റ് റേഷ്യോ, വേസ്റ്റ് സർക്കംസ്റ്റാൻസ് ഭയങ്കര കൂടുതൽ. ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഡെഫിനറ്റ്ലി ഇതൊക്കെയാണ്. ആരുടെ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കുറവാണ്. കാരണം നമുക്ക് തന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അതെല്ലാം ഈ കാരണം കൊണ്ടാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് ചൂട് കാലാവസ്ഥയിൽ, അതായത് ഇപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ UAE അത്തരത്തിലുള്ള ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഞങ്ങൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ഡോക്ടേഴ്സ് സുഹൃത്തുക്കളുള്ള കാരണം കൊണ്ട് അവരുടെ അടുത്ത് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ ടെസ്റ്റിക്കിൾസ് ഭയങ്കരമായിട്ട് ചൂടാവും. ലോങ് ഡ്രൈവ്, കണ്ടമാനം ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഈ പറയുന്ന ഒത്തിരി ഡ്രൈവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം ഹീറ്റ് ചെല്ലുന്നോ ആ ഹീറ്റിനനുസരിച്ച് അത് പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെയും ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആക്നെ ഇഷ്യൂസ്, സ്ലീപ്പ് പ്രോബ്ലംസ്, അതേപോലെ തന്നെ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് വരും. ഹാർട്ട് റേറ്റ് എപ്പോഴും ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് റേറ്റ് ഭയങ്കര മേളിലായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഫിൽഹീത്ത് തന്നെ തുറന്നു പറഞ്ഞതുപോലെ ഡിസ്മോർഫിയ. ഒരിക്കൽ മെഡിസിൻ യൂസ് ചെയ്ത് പമ്പായി എടുത്തു വെച്ചേക്കുന്ന ഫോട്ടോസും മറ്റുള്ളതും കാണാൻ നേരത്ത് ഇപ്പം ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന് കരുതി പോകുന്നൊരവസ്ഥ. അത് 7 പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പിയായ ഞാൻ പറഞ്ഞ 7 പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പിയായ ഫിൽഹീത്ത് തന്നെ വന്ന് പറഞ്ഞേക്കുന്നതാണ് പുള്ളിക്ക് ഡിസ്മോർഫിയ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ എൻ്റെ കോമ്പറ്റീഷൻ്റെ സമയത്ത് ഞാൻ എൻ്റെ പിക്ക് നോക്കിയിട്ട് ഇപ്പം ഞാൻ ആ പാടെ ഓഞ്ഞ് കോലം കെട്ടുപോയല്ലോ എന്ന് തോന്നിയിട്ട് ഉടനെ പോയി സൈക്കിൾ എടുക്കുക, മെഡിസിൻ എടുക്കുക. കാരണം ഞാൻ എപ്പോഴും ട്രെയിനേഴ്സിനോടും അല്ലെങ്കിൽ എല്ലാവരോടും പറയുന്നൊരു കാര്യം അതാണ്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ നോളജ് വിറ്റ് വേണം നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ. അല്ലാതെ നിങ്ങളുടെ ശരീരം മാത്രം വിറ്റിട്ടല്ല. നിങ്ങളുടെ ശരീരം കാണിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എത്ര കാലം ചെയ്യും? ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് 35 വയസ്സിലുണ്ടായിരുന്ന ഫിസിക്ക് നമുക്ക് ഒരിക്കലും 50 വയസ്സിൽ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള തെറാപ്പിയും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് ജനറ്റിക്കലി അല്ലെങ്കിൽ അത്രയും ബ്ലെസ്ഡ് ആയിരിക്കണം, അപ്പോൾ പറ്റും. അല്ല, അങ്ങനെ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 50+ലൊക്കെ നാച്ചുറൽ കോമ്പറ്റീഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റേ ഇപ്പോൾ 3D MJ എന്ന് പറയുന്ന അയാളെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3D ഗോഡ് ഫാദറോ അങ്ങനെ എന്താണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, പുള്ളിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 years ഓഫ് അയാളുടെ ട്രാൻസ്ഫോർമേഷനെ കണ്ടാൽ നമ്മൾ കിടുങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയും ജനറ്റിക്കലി അത്രയും ബ്ലെസ്ഡ് ആയിട്ട് അതേപോലെ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പോൾ ശരീരം മാത്രം കാണിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ട്രെയിനേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ചെയ്ത് അതേ ഫിസിക്ക് 365 ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ തന്നെ അല്ലാതെ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് അല്ലാതെ മരിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് മരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എടുക്കുന്ന അതിന് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചില രാജ്യങ്ങളിൽ ലീഗലി ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധികളും പരിമിതികളും വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ഇത് വന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു സ്റ്റിറോയിഡ് കമ്പനി വിജോബി എന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ട് എനിക്കിപ്പം കൊച്ചിയിലൊരു 2 കോടി രൂപയുടെ ഫ്ലാറ്റ് നിനക്ക് എടുത്തു തരാം, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് എനിക്ക് പറ്റില്ലല്ലോ. ലീഗലി നമ്മുടെ നാട് അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഒരു പ്രൊമോഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെപ്റ്റൈഡ്സ് പല രാജ്യങ്ങളിലും, പക്ഷേ ഇതെല്ലാം ഗ്രേ സോണിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. എന്തുകൊണ്ട് പല ഡോക്ടർമാർക്കും സ്റ്റിറോയിഡ്സിനെ പറ്റി അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ്സിനെ പറ്റി പഠനങ്ങളില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സിനോട് പോയിട്ട് ഇതാണ് യൂസ് ചെയ്തല്ല, ഇപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് പറഞ്ഞാൽ അവർക്ക് അറിയില്ല അത് ഏതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടറിനെ എൻ്റെ കോച്ചിൻ്റെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യിപ്പിച്ചതാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി റിസർച്ചുകളും ഓൺ റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. പുള്ളീനെ കൊണ്ട് ഞാൻ എന്തിനാണ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് വാസ്തവമായിട്ട് അവർക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മെഡിക്കലി ഉള്ള ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെയുള്ള, അല്ലെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെയുള്ള TRT അല്ലെങ്കിൽ HRT എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമേ അവർക്കറിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു അറിവെന്ന് പറയുന്നതെല്ലാം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അല്ല, പ്രാക്ടീസ് ബേസ്ഡ് എവിഡൻസ് ആണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. പഠനങ്ങളില്ല, അല്ലെങ്കിൽ എല്ലാം പെയ്ഡ് പബ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ എനിക്ക് സുബിനൊരു സ്റ്റിറോയിഡ് കമ്പനിയുണ്ട്, വിജോബിക്കൊരു സ്റ്റിറോയിഡ് കമ്പനിയുണ്ട്. നമ്മൾ കുറേ പൈസ കൊടുത്ത് കുറേ ആൾക്കാരെ കൊണ്ട് കുറേ പെയ്ഡ് പബ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് നോക്കുകയാണ് ട്രെൻഡ്, ബെനിഫിറ്റ്സ്, സൈഡ് എഫക്ട്സ് നോക്കാൻ നേരത്ത് SEO ചെയ്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുബിൻ്റെയോ എൻ്റെയോ പേജോ പൊങ്ങി വരും. ആ വരുന്ന പേജിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് വേണോ ഇവിടെ ക്ലിക്ക് ചെയ്യൂ, തരാം. അപ്പോൾ ഈ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പെയ്ഡ് പബ്ലിക്കേഷൻസ് ആണ്, അല്ലാതെ പഠനങ്ങളുണ്ടോ എന്ന് വെച്ചാൽ പഠനങ്ങളില്ല. കാരണം ഈ സാധനങ്ങൾ ആരുടെയും മേത്ത് പഠിക്കാനായിട്ട് സമ്മതിക്കില്ല. ഇതിനൊരു ഞാൻ ഈ പറയുന്ന അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡോക്ടേഴ്സും ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുന്നത്. ഒരു കൂട്ടം ഡോക്ടേഴ്സ് ചേർന്ന് ഒരു പഠനം നടത്തിയെന്ന് വിചാരിക്കും. ഈ പഠനം കൃത്യമായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ ഒരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. ആ എത്തിക്കൽ കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് സബ്മിറ്റ് ചെയ്ത് ഇത് എങ്ങനെ വന്നതാണ്, ഏത് രീതിയിൽ വന്നതാണെന്നുള്ളതെല്ലാം നോക്കണം. അല്ലാതെ 5-10 പേരിൽ ഏതെങ്കിലും ഒരു സാധനം പരീക്ഷിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പരീക്ഷണം തന്നെ നടത്തിയതിനെതിരെ വേണമെങ്കിൽ പോലും ചിലപ്പോൾ അവർക്കെതിരെ മെഡിക്കൽ ഈ നെഗ്ലിജൻസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. അപ്പോൾ അവർ തന്നെ പറയുകയാണ്, വിജോബി ഇതിന് പഠനമില്ല, നീ ഈ പറയുന്ന സാധനങ്ങളുടെ പല പേരുകളും പല സാധനങ്ങൾക്കും പഠനമില്ല. അപ്പോൾ എവിഡൻസ് എവിടെയെന്ന് വെച്ചാൽ എവിഡൻസ് ഇല്ല. ഇതൊന്നും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അല്ല, ഇതെല്ലാം പ്രാക്ടീസ് ബേസ്ഡ് എവിഡൻസ് ആണ്. സുബിൻ പറയുകയാണ്, ഞാൻ ഇത്രയും കാലം കൊണ്ട് ഇന്ന സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ 50 പേർക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്, അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല, ഇതാണ് എൻ്റെ പ്രാക്ടീസ് ബേസ്ഡ് എവിഡൻസ്. ഞാൻ പറയുകയാണ്, ഞാൻ 5 കൊല്ലം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സുബിൻ പറയുകയാണ്, സുബിൻ ഇന്ന പ്രശ്നങ്ങൾ പറ്റി, ചേട്ടാ എനിക്ക് മോക്കുരു വന്നു, എനിക്ക് മുടി പോയി. ഞാൻ പറയുകയാണ്, എനിക്ക് സുബിന് ഇന്ന പ്രശ്നം വന്നു, ആക്നെ വന്നു, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, എൻ്റെ ഉറക്കത്തെ ബാധിച്ചു എന്നൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രാക്ടീസ് ബേസ്ഡ് എവിഡൻസ് ആണ്. ഈ എവിഡൻസേ ഉള്ളൂ, ബാക്കിയുള്ള എവിഡൻസുകളില്ല. പിന്നെ പകുതി കൂടുതൽ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എവിഡൻസ് ഉണ്ട്, പക്ഷെ ഒന്നും മനുഷ്യരിലില്ല.